ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5. കേരളത്തിൽ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5 എന്നാണ് PSCയുടെ ഉത്തരസൂചികയിൽ ഇപ്പോഴുമുള്ളത്. എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 6 ദേശീയ ഉദ്യാനങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക. PSCയുടെ ഉത്തരസൂചികയിൽ 5 ഉള്ളതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അതുപോലെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 6 ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ. ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1975. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1975 ആണ്. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978 ആണ്. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978 ആണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. നീലഗിരിത്താൾ എന്നറിയപ്പെടുന്നത് വരയാടാണ്. നീലഗിരിത്താൾ എന്നറിയപ്പെടുന്നത് വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. കേരളത്തിലെ ആദ്യ ഫെർണേറിയം നിലവിൽ വന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ. കേരളത്തിലെ ആദ്യ ഫെർണേറിയം നിലവിൽ വന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി ഏത് ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടം ഏതാണ്? ലക്കം വെള്ളച്ചാട്ടം. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ലക്കം വെള്ളച്ചാട്ടം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. പെരിയാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ്. പെരിയാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമാണ്. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം എന്നെല്ലാം അറിയപ്പെടുന്നത് സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം എന്നെല്ലാം അറിയപ്പെടുന്നത് സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1914. സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914 ആണ്. സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. സൈലൻറ്റ് വാലിയെ 1984 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയായിരുന്നു. സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു.
എന്നാൽ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7-ന്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നമുക്കറിയാം ഇന്ദിരാഗാന്ധി 1984-ലാണ് വെടിയേറ്റ് മരിച്ചത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. അപ്പോൾ 1985 സെപ്റ്റംബർ 7-ന് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2007. സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക സിലനസ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണമെന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലൻറ്റ് വാലിയിലെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അവിടെ സിംഹവാലൻ കുരങ്ങുകളെ കൂടുതലായി കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുലിനിയ എക്സാറില്ലാറ്റ. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറില്ലാറ്റ എന്നാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഉദ്യാനത്തിന് സൈലൻറ്റ് വാലി എന്ന പേര് ലഭിച്ചത്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് റൈറ്റ് എന്നാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ഏതാണ്? ബ്ലാക്ക് ബുൾബുൾ. സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ഉദ്യാനം സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയെ മഹാഭാരതത്തിൽ ഏത് പേരിലാണ് പരാമർശിച്ചിരുന്നത്? സൈരന്ധ്രി വനം. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ പരാമർശിച്ചിരുന്നത് സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇരുളർ, കുറുമ്പർ. സൈലൻറ്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ, കുറുമ്പർ. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2009. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയ വർഷം 2009. സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ഏതാണ്? മുക്കുറുത്തി. സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനമാണ് മുക്കുറുത്തി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടുംചോല. ഇടുക്കി ജില്ലയിലെ പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നീ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നീ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം താലൂക്ക്. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻചോല. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ്. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? കാട്ടുമല. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമലയാണ്. മതികെട്ടാൻചോലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽക്കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. മതികെട്ടാൻചോലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽക്കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ എന്നിവ. മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല എന്നിവയെ
ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003. മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല എന്നിവയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 2003 കേരളത്തിൽ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കരിമ്പുഴ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയാണ് കേരളത്തിലെ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയ ഉദ്യാനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.